ഗോദാവരി ഈസ് ദി ലാർജസ്റ്റ് പെനിൻസുലാർ റിവർ സിസ്റ്റം ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഉപദ്വീപീയ നദികളിൽ ഏറ്റവും വലിയ നദി ആരാ? അത് ഗോദാവരിയാണ്. സോ ഏതൊക്കെയാണ് ആ സപ്ത ഗോദാവരിയിൽ വരുന്ന ബ്രാഞ്ചസ് എന്ന് നോക്കാം. 1 തുല്യഭാഗ, 2 ആത്രേയ, 3 ഗൗതമി, 4 ജമദാഗ്നി അല്ലെങ്കിൽ ഭരദ്വാജ, പിന്നെ കൗശിക, 7ാമത്തത് വശിഷ്ഠ. അപ്പോൾ ഇതാണ് 7 ഗോദാവരിയുടെ എന്താ പറയുക കട്ടിങ്സ് അല്ലെങ്കിൽ ഡിവിഷൻസ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഹലോ ഓൾ, വീണ്ടും സഹകാരി PSCയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഒരു സ്വാഗതം പറയുവാണ്. ഇന്നത്തെ സ്വാഗതം നിങ്ങളെല്ലാവരെയും കൂട്ടിക്കൊണ്ടുപോകാൻ പോകുന്നത് നമ്മുടെ ഉപദ്വീപീയ നദികളിലെ ഒരു ബാക്കിപത്രമായ പോർഷനിലേക്കാണ്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ പ്രധാനപ്പെട്ട ഉപദ്വീപീയ നദികളിലെ ആദ്യ 2 പ്രധാന നദികളായിട്ടുള്ള ഗോദാവരിയും കൃഷ്ണയും എന്നീ 2 നദികളിലേക്കാണ്. ഇന്ത്യൻ നദികളിൽ ഉപദ്വീപീയ നദികളിൽ ഏറ്റവും പ്രധാനിയും ഇന്ത്യയുടെ നദികളിൽ തന്നെ ഏറ്റവും പ്രധാനിയെന്നോ രണ്ടാമത്തെ ഏറ്റവും പ്രധാനി എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന നദികളിൽ ഒന്നാണ് നമ്മുടെ ഗോദാവരി എന്ന നദി. ആ ഗോദാവരിയെ പറ്റിയും അതുപോലെ തന്നെ രണ്ടാമത്തെ ഉപദ്വീപീയ നദികളിൽ ഏറ്റവും പ്രധാനിയായ നദിയായ കൃഷ്ണ എന്ന സൗത്ത് ഇന്ത്യയിലെ നദിയെപ്പറ്റിയും ഉള്ള പരാമർശമായിരിക്കും ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളുടെ ഡിസ്കഷൻ ടോപ്പിക് എന്ന് പറയുന്നത്. വൺസ് അഗെയിൻ എല്ലാവരെയും ഇന്നത്തെ ഈ ഒരു നദികളുമായി ബന്ധപ്പെട്ട ഡിസ്കഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. MCQ ഡിസ്കഷൻ അല്ല, ടോപ്പിക് ഡിസ്കഷൻ. ആദ്യം പതിവ് പോലെ തന്നെ ഉപദ്വീപീയ നദികളുമായിട്ട് അസോസിയേറ്റ് ചെയ്ത ചില ചോദ്യങ്ങളിലൂടെ നമുക്ക് എന്തായാലും ഒന്ന് കടന്നു പോകാം. ഞാനിതിൻ്റെ ഉത്തരങ്ങൾ ഇപ്പോൾ പറയുന്നില്ല. നമ്മുടെ PYQ ഡിസ്കഷൻ സമയത്ത് നമ്മളിതിൻ്റെ ഉത്തരങ്ങളിലേക്ക് പോകുന്നുള്ളൂ. നിങ്ങൾക്ക് ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ അറിയുമെങ്കിൽ മനസ്സിലിപ്പോൾ തീർച്ചയായിട്ടും പ്ലേസ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ മാർക്ക് ചെയ്യാവുന്നതാണ്, എന്തും കുഴപ്പമില്ല. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക എന്നുള്ളതാണ് ആദ്യ ചോദ്യം. ഭക്രാനങ്കൽ, സത്ലജ്, ഹിരാക്കുഡ്, മഹാനദി, തെഹ്രി ഡാം, കൃഷ്ണ, സർദാർ സരോവർ, നർമ്മദ. ഇതിന് ഈ സമാനമായ ചോദ്യം നമ്മളവിടെ പിന്നെ തെഹ്രി ഡാം, കൃഷ്ണ എന്നൊക്കെ പറഞ്ഞ് തന്നിരിക്കുന്നുണ്ട്. ഇതിന് ഈ തെഹ്രി ഡാം എന്നതിന് മറ്റൊരു കണക്ഷനും ഉണ്ട്. ആരുടെ? ഒരു ഹിമാലയൻ നദിയുമായിട്ടൊരു കണക്ഷനും ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമ്മൾ അവിടെയും ഇത് ഓൾറെഡി കണ്ട ചോദ്യമാണ്. സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. 2 ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത് എന്നൊരു ചോദ്യം. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത് എന്നൊരു ചോദ്യം. ഗോദാവരിയാണോ, മഹാനദിയാണോ, കാവേരിയാണോ, നർമ്മദയാണോ എന്നുള്ളതാണ് കൺഫ്യൂഷൻ. അതിന് ഉത്തരം നമ്മൾ കാണും. ഉപദ്വീപീയ നദികളിൽ വെച്ച് ഏറ്റവും നീളം കൂടിയ നദി ഏതെന്ന് വീണ്ടും അതേ ചോദ്യം നിലവിൽ ആവർത്തിച്ചു വന്നിരിക്കുകയാണ്. കാവേരി, മഹാനദി, കൃഷ്ണ, ഗോദാവരി. 3 പെനിൻസുലാർ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത്? വീണ്ടും ചോദ്യം റിപ്പീറ്റ് ചെയ്യപ്പെട്ട് വന്നിരിക്കുന്നു. എല്ലാം 2024 ചോദിച്ച ചോദ്യങ്ങളാണ്. നർമ്മദ, ഗോദാവരി, കൃഷ്ണ, മഹാനദി. അടുത്ത ചോദ്യത്തിലും അതേ സാധനം റിപ്പീറ്റഡ് ആണ്. ഏറ്റവും നീളം കൂടിയ ഉപദ്വീപീയ നദി ഏത്? വീണ്ടും നർമ്മദ, മഹാനദി, ഗോദാവരി, കൃഷ്ണ. അതായത് തൊട്ട് മുകളിലത്തെ അതേ സാധനം തന്നെയാണ് ഇതും. ചോദ്യങ്ങളുടെ ഓപ്ഷനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയെന്നുള്ളത് അല്ല. എ നർമ്മദ, ബി കൃഷ്ണ, ഇവിടെ ബി മഹാനദി വന്നു, അവിടെ മഹാനദി D ആയിരുന്നു. അങ്ങനെ മാറിപ്പോയെന്നേ ഉള്ളൂ. ഒരേ ചോദ്യമാണ്. അപ്പോൾ എസെൻഷ്യലി ആ ചോദ്യത്തിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ടെന്നും നമ്മൾ മനസ്സിലാക്കുന്നത്. 4 തവണ റിപ്പീറ്റ് ചെയ്തിട്ട് ആ ചോദ്യത്തെ നമ്മൾ കണ്ടു. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. മറ്റൊരു ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായത് കണ്ടെത്തുക എന്നുള്ളതാണ് ചോദ്യം. ദുൽഹസ്തി ഡാം, ഹിമാചൽ പ്രദേശ്, ജനാബ്. അലമാട്ടി ഡാം, കർണാടക, കൃഷ്ണ. സർദാർ സരോവർ ഡാം, രാജസ്ഥാൻ, താപ്തി. ശ്രീശൈലം, ആന്ധ്രാപ്രദേശ്, ഗോദാവരി. ഇപ്പോൾ ഇതിലേതാണ് ശരിയായി തന്നിരിക്കുന്നത്, ശരിയായി കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ആരോ അയാളെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ചോദ്യം. ഈ ചോദ്യവും ഹിമാലയത്തിൻ്റെ നദികളിലെ PYQ ഡിസ്കഷനോടൊപ്പം നമ്മൾ കണ്ടിരുന്ന ചോദ്യം തന്നെയാണ്. അപ്പോൾ ഇതിന് ഉത്തരം ഓൾറെഡി നിങ്ങൾക്ക് അറിയാമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അറിയില്ലെങ്കിൽ വീണ്ടും നമുക്കതിൻ്റെ MCQ ഡിസ്കഷനിൽ അല്ലെങ്കിൽ PYQ ഡിസ്കഷനിൽ നമുക്കത് കാണുകയും ചെയ്യാം. മറ്റൊരു ചോദ്യം, സഹ്യാദ്രിയിലെ മഹാബലേശ്വറിനടുത്ത് നിന്നും ഉത്ഭവിക്കുന്ന ഉപദ്വീപീയ നദി ഏത്? സഹ്യാദ്രിയിലെ, അതായത് പശ്ചിമഘട്ടത്തിലെ മഹാബലേശ്വറിനടുത്ത് നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏതെന്നുള്ളതാണ് ചോദ്യം. കാവേരിയാണോ, കൃഷ്ണയാണോ, ഗോദാവരിയാണോ, മഹാനദിയാണോ? ഇതിനുത്തരവും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മറ്റൊരു ചോദ്യം, ചേരുംപടി ചേർത്ത് ശരിയായ ഉത്തരം കോഡുകളിൽ നിന്നും കണ്ടെത്തുക. ദാമോദർ, അസാമിൻ്റെ ദുഃഖം. ഗോദാവരി, ദക്ഷിണഗംഗ. കൊയ്ന നദി, മഹാരാഷ്ട്രയുടെ ജീവനാഡി. ബ്രഹ്മപുത്ര, ഇന്ത്യയുടെ ചുവന്ന നദി. എന്നിങ്ങനെ ഒട്ടനവധി സവിശേഷതകൾ ഇവിടെ തന്നിരിക്കുന്നു മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ മാച്ചിങ്ങിൽ ആരാണോ കറക്റ്റായിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അത് ഓപ്ഷനിൽ നിന്ന് കണ്ടെത്തുക എന്നുള്ളതാണ്. മറ്റൊരു ചോദ്യം, ഹിമാലയൻ നദി അല്ലാത്തതാര് എന്ന് പറഞ്ഞിട്ടൊരു ചോദ്യം തന്നിട്ടുണ്ട്. ഇത് നിസ്സംശയം നമുക്ക് ആൻസർ കാണുമ്പോൾ തന്നെ എഴുതാൻ പറ്റുന്നൊരു ചോദ്യവുമാണ്. താഴെ തന്നിരിക്കുന്ന ഉപദ്വീപീയൻ നദികളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന കണ്ടെത്തുക.
ഒന്ന്, നർമ്മദ നദി ഉദ്ഭവിക്കുന്നത് ഛത്തീസ്ഗഡിലെ മൈക്കല മലനിരകളിൽ നിന്നാണ്. ആണോ അല്ലയോ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. കൃഷ്ണ നദിയുടെ പോഷക നദികളാണ് ശബരിയും ഇന്ദ്രാവതിയും. അതും അങ്ങനെയാണോ എന്നുള്ളത് നമുക്ക് പോകെ പോകെ ഈ നദികളെ പഠിക്കുമ്പോൾ മനസ്സിലാക്കും. ഉപദ്വീപിയൻ നദികൾക്ക്, ഉപദ്വീപിയൻ എന്നാണ് ഉദ്ദേശിച്ചത്, ഉപദ്വീപിയൻ നദികൾക്ക് അപരദന തീവ്രതയും താരതമ്യേന കുറവാണ്. ഇറോഷൻ പോസിബിലിറ്റി അല്ലെങ്കിൽ ഇറോഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി കുറവാണ് എന്നതാണ് പറയുന്നത്. ഇതിലേതൊക്കെയാണ് ശരി എന്നതാണ് കണ്ടെത്തേണ്ടത്. ഇതെല്ലാം നമുക്ക് പോകെ പോകെ ഇതെല്ലാം പഠിച്ചു തീർന്ന് നിങ്ങൾക്ക് കണ്ടെത്തി PYQ ഡിസ്കഷനിൽ അതിൻ്റെ ആൻസേഴ്സും പറയാം. ചിൽക്ക തടാകം എന്നത് ഏത് നദീ ഡെൽറ്റയ്ക്കിടയിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നതെന്നാണ് ചോദ്യം. ഗോദാവരി കൃഷ്ണ ഡെൽറ്റയിലാണോ, ഗംഗ മഹാനദി ഡെൽറ്റയാണോ, മഹാനദി ഗോദാവരി ഡെൽറ്റയാണോ, കൃഷ്ണ കാവേരി ഡെൽറ്റയാണോ? ഇതിലേത് നദീ ഡെൽറ്റയ്ക്കിടയിലായിട്ടാണ് ആരെ കാണുക? ചിൽക്ക തടാകം ലവണ തടാകമാണ്. മഹാനദി ഒഡീഷ എന്ന സംസ്ഥാനത്തുമായിട്ട് അസോസിയേറ്റ് ചെയ്താണ് നമ്മൾ ചിൽക്ക തടാകത്തെ പറയുക എന്നിങ്ങനെയുള്ള ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് അറിയാമായിരിക്കും. അതറിയാമെങ്കിൽ തന്നെ ഒരു പരിധിവരെ നമുക്കിതിന് ഉത്തരം കണ്ടെത്താൻ സാധിക്കുന്നതാണ്. വലിയ കൺഫ്യൂഷൻസ് ഉള്ളതല്ല. എന്നാലും അതൊക്കെ ഞാനിപ്പോൾ നോക്കുന്നില്ല, പിന്നീട് പോകുമ്പോൾ നോക്കാം. മറ്റൊരു ചോദ്യം, ദ ഫാക്ട്സ് മെൻഷൻഡ് ബിലോ ആർ അബൌട്ട് എ പെനിൻസുലാർ റിവർ സിസ്റ്റം ഇൻ ഇന്ത്യ. ഐഡൻറ്റിഫൈ ദി കറക്റ്റ് വൺ ഫ്രം ദി ചോയ്സസ്. ഇറ്റ് ഈസ് ദി സെക്കൻഡ് ലാർജസ്റ്റ് പെനിൻസുലാർ റിവർ ഇൻ ഇന്ത്യ. ഈ ഒരു ഒറ്റ സാധനം മതി ഉത്തരവേതെന്ന് മനസ്സിലാക്കാം. കാരണം സെക്കൻഡ് ലാർജസ്റ്റ് പെനിൻസുലാർ റിവർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റാങ്കിങ് കൊടുക്കുന്ന ഒരു നദിക്കല്ലേ കൊടുക്കൂ, ഒന്നിൽ കൂടുതൽ നദിക്ക് കാണൂലല്ലോ. അതേത് എന്നറിയാമെങ്കിൽ ഉത്തരം കണ്ടുപിടിച്ചു. 2, it rises from a spring near Mahabaleshwar and is 1400 kilometers long. മഹാബലേശ്വരയിനടുത്ത് നിന്നുള്ള ഒരു ഉറവയിൽ നിന്നാണ് ഇവൻ ഒറിജിനേറ്റ് ചെയ്യുന്നതെന്നും ഏകദേശം 1400 കിലോമീറ്ററാണ് ഇവൻ്റെ ആകെ ദൈർഘ്യമെന്നും ആണ് പറയുന്നത്. 3, ഇറ്റ്സ് മേജർ ട്രിബ്യൂട്ടറീസ് ആർ ഭീമ ആൻഡ് തുംഗഭദ്ര. ഭീമയും തുംഗഭദ്രയും ആ രണ്ടെണ്ണം കേട്ടാലും നിങ്ങൾക്ക് നദിയെ കിട്ടും. 4, ഇറ്റ് ഫ്ലോസ് ത്രൂ മഹാരാഷ്ട്ര, കർണാടക ആൻഡ് ആന്ധ്രാപ്രദേശ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒന്നിൽ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് വായിക്കുമ്പോൾ തന്നെ നദി ഏതാണെന്നുള്ളത് കിട്ടി. ഇപ്പം നിങ്ങൾ ഇതൊരു മറ്റേ അശ്വമേധം കളി പോലെയാണ്. ആളെ തിരഞ്ഞെടുക്കുക, നമ്മൾ ചില ക്ലൂ തരും, ആ ക്ലൂവിൽ നിന്ന് ആരാണിതെന്ന് കണ്ടെത്തുക എന്ന് പറയുന്നത് പോലെയുള്ളൊരു ചോദ്യമാണ്. ഇത്തരം ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ. ആൻറ്റിസിപ്പേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലെ വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് ഇന്ത്യൻ റിവേഴ്സ് ഇസ് നോട്ട് ട്രൂ. ഇതിൽ ശരിയല്ലാത്തത് ഏതെന്നാണ് ചോദ്യം. ദ ചെനാബ് ഈസ് ദി ലാർജസ്റ്റ് ട്രിബ്യൂട്ടറി ഓഫ് ഇൻഡസ്. ദ ഗോദാവരി ഈസ് ദി ലാർജസ്റ്റ് പെനിൻസുലാർ റിവർ ഇൻ ഇന്ത്യ. Krishna rises in the Brahmagiri range of Western Ghats. Sardar Sarovar Dam has been built over the Narmada River in Gujarat. തൊട്ട് മുകളിലത്തെ ചോദ്യം വായിച്ച സ്ഥിതിക്ക് താഴത്തെ ചോദ്യത്തിൽ നിന്ന് തെറ്റാരെന്നുള്ളത് നിസ്സംശയം നിങ്ങൾക്ക് മനസ്സിലാക്കി കാണും. എന്നാലും അല്ലേ, കൃഷ്ണ നദിയെ പറ്റിയിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ തന്നിരിക്കുന്നതിനകത്തുനിന്ന് ഇവിടെയും അവിടെയും തമ്മിൽ കണക്റ്റ് ആവാതെ നിൽക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് കിടപ്പുണ്ട്. അതിൽ നിന്ന് ഉത്തരം കിട്ടും രണ്ടെണ്ണത്തിൻ്റെയും. ഇപ്പോൾ ഈ ഒരു ചോദ്യം തന്നെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് രണ്ടിൻ്റെ ഉത്തരം കിട്ടും. ആ രീതിയിലാണ് കാര്യങ്ങളുടെ ഒരു കിടപ്പ്. മറ്റൊരു ചോദ്യം, ഇന്ദ്രാവതി ശബരി എന്നീ നദികൾ ഏത് ഉപദ്വീപീയ നദിയുടെ പോഷക നദികളാണെന്നാണ് ചോദ്യം. നിസ്സംശയം കണ്ടിട്ട് പഠിച്ചു കഴിയുമ്പോഴേ നമുക്കതും മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ ആൻസർ തന്നിട്ടുണ്ടല്ലേ. ഓക്കെ, എന്നാലും നമുക്ക് നോക്കാം പോകുന്ന വഴി. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ചെറിയൊരു ധാരണ കിട്ടാൻ വേണ്ടി ഞാൻ തന്നുവെന്നേ ഉള്ളൂ. അതായത് നമ്മുടെ ഉപദ്വീപീയ നദികളിലെ പ്രധാന ചില ചോദ്യങ്ങൾ എന്ന രീതിയിൽ പരിചയപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഉപദ്വീപീയ നദികളിൽ വളരെയധികം പ്രധാനിയും ഏറ്റവും പ്രധാനപ്പെട്ടവനും ഏറ്റവും വലിപ്പമുള്ളവനുമായ ആളെ നമുക്ക് പഠിച്ചു തുടങ്ങാം. ഗോദാവരി. പാരാ ഗോദാവരി. ഗോദാവരി ഈസ് ദി ലാർജസ്റ്റ് പെനിൻസുലാർ റിവർ സിസ്റ്റം ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഉപദ്വീപീയ നദികളിൽ ഏറ്റവും വലിയ നദി ആരാ? അത് ഗോദാവരിയാണ്. ഏറ്റവും വലിയ നദി ഇന്ത്യയുടേത് ഗംഗാ നദിയാണെന്നും ഗംഗ ഉത്തരേന്ത്യൻ സമതലങ്ങളിലൂടെ ഒഴുകുന്ന നദിയാണെന്നും നമുക്ക് എല്ലാവർക്കും അറിയാം. ഏറ്റവും വലിയ നദിയായ ഗംഗയ്ക്ക് സമാനമായ രീതിയിൽ ഉപദ്വീപീയ പീഠഭൂമിയിലൂടെ ഒഴുകുന്നവനാണല്ലോ ഗോദാവരി. കാരണം ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും വലിയ നദിയാണല്ലോ ഗോദാവരി. അതുകൊണ്ടും മറ്റു ചില കാരണങ്ങളാലുമൊക്കെ ഇവനെ എന്തെന്ന് വിശേഷിപ്പിക്കുന്നു? ദക്ഷിണ ഗംഗ എന്ന് വിശേഷിപ്പിക്കുന്ന നദിയാണ് ആര്? ഗോദാവരിയാണ്. കാരണം ഗംഗയാണ് ഏറ്റവും വലിയ ഇന്ത്യയിലെ നദി. അത് ഉത്തരേന്ത്യൻ സമതലങ്ങളിലാണ്. അപ്പോൾ ഉപദ്വീപിലോ അത് ഗോദാവരി. അതുകൊണ്ട് അവനപ്പോൾ ദക്ഷിണ ഗംഗ എന്ന് പേര് കൊടുക്കുക. അവനാണ് സൗത്ത് ഗംഗ, ദക്ഷിണ ഗംഗ എന്നറിയപ്പെടും. ദക്ഷിണഗംഗ എന്ന് മാത്രമല്ല, വൃദ്ധഗംഗ എന്നറിയപ്പെടുന്ന നദി ഏതെന്ന ചോദ്യത്തിന് ഉത്തരവും ഗോദാവരി തന്നെ. അപ്പോൾ ഇത് രണ്ടും ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. ദക്ഷിണഗംഗ എന്നറിയപ്പെടുന്ന നദിയായാലും ശരി, വൃദ്ധഗംഗ എന്നറിയപ്പെടുന്ന നദിയായാലും ശരി, ഇത് രണ്ടിൻ്റെയും ഉത്തരം ഗോദാവരി തന്നെ. ഗോദാവരിയുടെ ഉത്ഭവം അങ്ങ് മഹാരാഷ്ട്രയിൽ നാസിക് ജില്ലയിലാണ്. എവിടെ? ബ്രഹ്മഗിരി മൗണ്ടെയ്ൻസ് ഇൻ ദി ത്രയംബകേശ്വർ. എവിടെയാണ്? ബ്രഹ്മഗിരി കുന്നുകളിലാണ്. ത്രയംബകേശ്വർ, ബ്രഹ്മഗിരി കുന്നുകൾ.
ഏത് ജില്ല? നാസിക് ജില്ല. സംസ്ഥാനം മഹാരാഷ്ട്ര. അപ്പോൾ ഗോദാവരി എന്ന സംസ്ഥാനം പ്രധാനമായിട്ടും ഒറിജിനേറ്റ് ചെയ്യുന്ന സംസ്ഥാനവും ഒഴുകുന്ന സംസ്ഥാനവും മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്രയിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്ത് അതുവഴി പ്രധാനമായി ഒഴുകി വരുന്നൊരു നദിയാണ് നമ്മുടെ ഗോദാവരി എന്ന് മനസ്സിലാക്കണം. ഒഴുകുന്നത് കിഴക്കോട്ടാണ് എന്നതും വ്യക്തമാണ്. മഹാരാഷ്ട്ര എന്ന സംസ്ഥാനം നിൽക്കുന്നത് പടിഞ്ഞാറാണ്. അവിടെ നിന്ന് ഒറിജിനേറ്റ് ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന ഈ ആശാൻ ആര്? ഗോദാവരി എന്ന ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നദി, ഏറ്റവും വലിയ നദി ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്ന്, മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്ത് കിഴക്കോട്ടേക്ക് ഒഴുകുന്ന നദിയാണ്. ചെന്നെവിടെയാണ് പതിക്കുന്നത്? കിഴക്കോട്ടേക്ക് ഒഴുകുന്ന നദി ചെന്ന് പതിക്കുന്നത് ബംഗാൾ ഉൾക്കടലിൽ, ബേ ഓഫ് ബംഗാൾ. ഇറ്റ്സ് ട്രിബ്യൂട്ടറീസ് റൺ ത്രൂ ദ സ്റ്റേറ്റ്സ് ഓഫ് മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഒഡീഷ, തെലങ്കാന ആൻഡ് ഈവൻ ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശ്, തെലങ്കാന, ഒഡീഷ, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, പിന്നെ നമ്മുടെ സ്വന്തം സംസ്ഥാനം ഒറിജിനേറ്റ് ചെയ്യുന്ന സംസ്ഥാനമായ മഹാരാഷ്ട്രയിലൂടെയൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ ട്രിബ്യൂട്ടറികൾ, പോഷക നദികൾ കടന്നു പോകുന്നതെന്ന് മനസ്സിലാക്കാം. ഏകദേശം 1465 കിലോമീറ്റർ ലോങ് ആയിട്ടുള്ള 3.13 ലക്ഷം സ്ക്വയർ കിലോമീറ്റർ ക്യാച്ച്മെൻറ്റ് ഏരിയ ഉള്ളൊരു നദിയാണ് നമ്മുടെ ഗോദാവരി എന്ന് പറയുന്നത്. ഒഴുക്കിൻ്റെ ദ സ്റ്റേറ്റ് ത്രൂ വിച്ച് ദ ഗോദാവരി ഫ്ലോസ് ദ മോസ്റ്റ്, ഒഴുകുന്നതിൽ ഏറ്റവും കൂടുതൽ ഗോദാവരി നദിയുടെ ഒഴുക്ക് കടത്തിവിടുന്ന സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. അതായത് ഏറ്റവും കൂടുതൽ ഗോദാവരി ഒഴുകുന്നത് ഏത് സംസ്ഥാനത്തിലൂടെയാണ് എന്ന ചോദ്യത്തിന് ഉത്തരമാണ് അത് ഒറിജിനേറ്റ് ചെയ്യുന്ന സംസ്ഥാനമായ മഹാരാഷ്ട്ര. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി അല്ലെങ്കിൽ ദക്ഷിണ ഉപദ്വീപീയ നദികളിലെ ഏറ്റവും വലുതാര് എന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു, അതിന് ഗോദാവരിയാണ്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളമേറിയ ലോങ്ങസ്റ്റ് റിവർ ആര് എന്ന് ചോദിച്ചാലും ആര് തന്നെയാണ്? ഗോദാവരി തന്നെയാണ്. എൻ്റയർ ഇന്ത്യയിലെ, ഇന്ത്യ എന്ന് പറയുമ്പോൾ പെനിൻസുലാർ ഇന്ത്യയിലെ ലോങ്ങസ്റ്റ് റിവർ ഏതെന്ന് ചോദിച്ചാലും ഗോദാവരി തന്നെയാണ്. ഡെക്കാൻ പ്ലാറ്റ്യൂവിലൂടെ, ഡെക്കാൻ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള റിവർ ഏതെന്ന് ചോദിച്ചാലും ഇതേ ഗോദാവരി തന്നെയല്ലേ? കാരണം ഇന്ത്യയിലെ ഉപദ്വീപീയ ഇന്ത്യയിൽ എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഭാഗമാണ് ഡെക്കാൻ പ്ലാറ്റ്യൂ. അപ്പോൾ അവിടെ വേറെ വ്യത്യാസമൊന്നും വരാനില്ല. എന്നാലും ചോദ്യങ്ങൾ നിങ്ങൾ വെറുതെ എന്താ പറയുക കൺഫ്യൂഷൻ അടുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മാറ്റിയും മറിച്ചു പോകാൻ തരും. ഡെക്കാൻ പ്ലാറ്റ്യൂവിലെ, സൗത്ത് ഇന്ത്യയിലെ, പെനിൻസുലാർ ഇന്ത്യയിലെ, മെയിൻ ഇന്ത്യയിലെ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പലതരത്തിലൊക്കെ തരാം. ഒരേ ചോദ്യം തന്നെയാണ് അവർ ഉദ്ദേശിക്കുന്നത്, പക്ഷേ പല രീതിയിൽ അതിനെ പോർട്രേറ്റ് ചെയ്ത് നിങ്ങളുടെ മുന്നിൽ. അപ്പോൾ അവിടെ ചില കുട്ടികൾക്കെങ്കിലും കൺഫ്യൂഷൻ വരാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് ഞാൻ ആ കാര്യങ്ങളെല്ലാം കൂടി എടുത്ത് പ്ലേസ് ചെയ്തു എന്നേ ഉള്ളൂ. ദ റിവർ സെപ്പറേറ്റിംഗ് ദ മാൽവ പ്ലാറ്റ്യൂ ആൻഡ് ഡെക്കാൻ പ്ലാറ്റ്യൂ, ഇത് ആക്ച്വലി ഇത് നിങ്ങൾ പഠിക്കാൻ തിരിക്കുന്നതന്നെയാണ് നല്ലത്. കാരണം സാധാരണയായിട്ടുള്ള ചോദ്യങ്ങളിലെല്ലാം ഈ മാൽവ പ്ലാറ്റ്യൂവിനെയും ചോട്ടാ നാഗ്പൂരിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന നർമ്മദ എന്ന നദിയായിട്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അതിലും ലാർജസ്റ്റ് ആയിട്ടുള്ള പെനിൻസുലാർ നദി അതിൽ എന്ന രീതിയിൽ ഗോദാവരിനെ ഒരു പരാമർശം ആക്ച്വലി പറയാമെങ്കിലും ഇതിൻ്റെ ഉത്തരങ്ങളിലെല്ലാം അതിന് നർമ്മദയായിട്ട് തന്നെയാണ് തന്നേക്കുന്നത്. സോ അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ നോക്കണ്ട കേട്ടോ. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ നോക്കണമെന്നില്ല. മറ്റേത് തന്നെ അത് നിങ്ങൾ നോക്കണമെന്ന് ഇല്ലാത്തൊരു സ്റ്റേറ്റ്മെൻറ്റാണ് കേട്ടോ. റിവർ സെപ്പറേറ്റിംഗ് മാൽവ പ്ലാറ്റ്യൂ, ഡെക്കാൻ പ്ലാറ്റ്യൂ ആര് തന്നെയാണ്? അത് നർമ്മദയാണെന്ന രീതിയിൽ പഠിച്ചാൽ മതി. നമ്മുടെ ഉത്തരത്തിന് വേണ്ടിയിട്ട് PSC പരീക്ഷയുടെ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ അത് നർമ്മദയാണ്, ആരല്ല? ഗോദാവരി അല്ല. ഓക്കെ, അത് നമ്മളിവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അത് ജസ്റ്റ് അറിഞ്ഞിരിക്കുക. നമ്മുടെ ഗോദാവരി എന്ന നദിയുടെ പ്രധാന ഡ്രെയിനേജിൻ്റെ ഒരു പാറ്റേൺ ആണ് ഇഷ്ടംപോലെ ട്രിബ്യൂട്ടറീസ് ഗോദാവരി ഇവിടെ നിന്ന് ഒറിജിനേറ്റ് ചെയ്ത് ഒഴുകി വരുന്നത് കാണാൻ പറ്റുന്നുണ്ട്. ഗോദാവരി, പൂർണ്ണ, വാർധ, വൈൻഗംഗ അല്ലേ? പലരും ഇവനിലേക്ക് വന്ന് ജോയിൻ ചെയ്യുന്നതും പല പല പട്ടണങ്ങളുടെയും പേരുകളും നിസാമാബാദൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഗംഗാഖേർ കാണാൻ പറ്റുന്നുണ്ട്, ഔറംഗാബാദ് കാണാൻ പറ്റുന്നുണ്ട്, ആദിലാബാദ് കാണാം, ചന്ദ്രാപൂർ കാണാം, വാർധ കാണാം, അമരാവതി കാണാം, സിറോഞ്ച കാണാം, അങ്ങനെ രാജമുദ്രി, ഇങ്ങനെ പല സംസ്ഥാനങ്ങളിലൂടെ അല്ലെങ്കിൽ പല പ്രധാനപ്പെട്ട പട്ടണങ്ങൾക്കരികിലൂടെയായി ഇവൻ ഒഴുകി വന്ന് ബേ ഓഫ് ബംഗാളിലേക്ക് ഇറങ്ങുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഗോദാവരി പല സ്ട്രീമുകളായിട്ട് ഇങ്ങനെ ഇവിടെ എത്തുമ്പോൾ ബൈഫർക്കേറ്റ് ചെയ്യുന്നതും പല സ്ട്രീമുകളായിട്ട് ചെന്ന് ഇവിടെ ഇറങ്ങുന്നതും കാണാം ബേ ഓഫ് ബംഗാൾ. കാരണം ഒറ്റ നദിയായിട്ട് ചെന്ന് ബേ ഓഫ് ബംഗാൾ ഇറങ്ങുകയല്ല ചെയ്തത്. ഇവിടെ എത്തി പിന്നെ രാജമുദ്രി കഴിഞ്ഞതിന് ശേഷവും പലതല സ്ട്രീമുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ 7 സ്ട്രീമുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. നമുക്കത് അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് നോക്കാം എത്ര സ്ട്രീമുകളാവുന്നുണ്ട്, അതിൻ്റെ പേരെന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത് നമുക്ക് നോക്കാം. അതിനൊക്കെ ഇമ്പോർട്ടൻസ് ഉണ്ട്, നമുക്കത് പോകുമ്പോൾ നോക്കാം. എന്തായാലും ഡീറ്റെയിൽസ് കുറച്ചുകൂടി നോക്കാം. The basin is bounded on the north by Satmala Hills, on the south by Ajanta Ranges and the Mahadev Hills, on the east by Eastern Ghats and the west by Western Ghats. അപ്പോൾ വടക്ക്, പടിഞ്ഞാറ്, കിഴക്ക്, തെക്ക് ഒക്കെ ആരൊക്കെയാണ് ബൗണ്ടറി ചെയ്തിരിക്കുന്നത് എന്നതിൻ്റെ ഒരു ഇൻഫർമേഷനാണ്. അതിൻ്റെ ബേസിൻസിനെ ബൗണ്ടറി ചെയ്തിരിക്കുന്നത് ഇൻഫർമേഷൻസാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല. ആന്ധ്രാപ്രദേശിൻ്റെയും തെലങ്കാനയുടെയും ജീവരേഖ, ലൈഫ് ലൈൻ എന്ന് വിശേഷിപ്പിക്കുന്ന നദി കൂടിയാണ് ഗോദാവരി എന്ന നദി. സെക്കൻഡ് ലോങ്സ്റ്റോ ഇൻ ഇന്ത്യ, സോറി
ഞാൻ പെട്ടെന്ന് സെക്കൻഡ് ലോങ്സ്റ്റ് എന്ന് കേട്ടപ്പോൾ അത് പെനിൻസുല റിവർ വെച്ച് കണക്കൂട്ടിയതാണ് കേട്ടോ. ഇന്ത്യയിലെ സെക്കൻഡ് ലോങ്സ്റ്റ് റിവറാണ്, ഗംഗയാണല്ലോ. അത് കഴിഞ്ഞിട്ട് വരുന്നത് സെക്കൻഡ് ലോങ്സ്റ്റ് റിവറായിട്ട് നമുക്ക് കണക്ക് കൂട്ടാം. ഇന്ത്യയിലെ സെക്കൻഡ് ലോങ്സ്റ്റ് റിവറായിട്ട് കണക്ക് കൂട്ടാം. വെസ്റ്റേൺ ഘട്ടത്തിൽ ഉത്ഭവിക്കുന്ന, പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിച്ചൊഴുകുന്ന നദികളിൽ ഏറ്റവും നീളമേറിയ നദിയായിട്ട് നമുക്ക് ആരെ പരിഗണിക്കുവാൻ സാധിക്കും? ഗോദാവരിയെ പരിഗണിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. ട്രിബ്യൂട്ടറീസ് പ്രവാര, പൂർണ്ണ, മഞ്ജീര അല്ലെങ്കിൽ മഞ്ജുര, പെൻഗംഗ, വാർധ, വൈൻഗംഗ, പ്രാണഹിത, അതായത് കമ്പൈൻഡ് ഫ്ലോ ഓഫ് വൈൻഗംഗ, പെൻഗംഗ ആൻഡ് വാർധയാണ് പ്രാണഹിത, ഇന്ദ്രാവതി, മനേർ, സാബ്രി, ഇങ്ങനെ ഒരുപാട് ട്രിബ്യൂട്ടറീസ് നമുക്ക് പറയാം. എന്നാൽ ട്രിബ്യൂട്ടറീസും പിന്നെ ഓരോ ബാങ്കിൻ്റെയും ട്രിബ്യൂട്ടറീസും നമുക്കൊന്ന് പരിചയപ്പെടാം. ലെഫ്റ്റ് ബാങ്ക് ആൻഡ് റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് പ്രധാനപ്പെട്ടവന്മാരെ മാത്രമാണ് നോക്കുന്നത്. റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസിൽ പ്രധാനമായിട്ടും വരുന്ന ആൾക്കാർ മറ്റേ പ്രവാര, മഞ്ജീര, മനേറാണ്. ലെഫ്റ്റ് ബാങ്കിൽ പൂർണ്ണ, പ്രാണഹിത, ഇന്ദ്രാവതി, സബരി, വൈൻഗംഗ, വാർധയൊക്കെ ഇതിലാണ് വരിക, ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസിലാണ് വരിക. 49% of this lies in Maharashtra, 20% in Madhya Pradesh, Chhattisgarh and the rest in Andhra Pradesh. അപ്പോൾ 49% വരുന്ന ഗോദാവരിയും മഹാരാഷ്ട്രയിലും 20% മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലുമായിട്ടും ബാക്കി വരുന്ന ഏരിയ എന്ന് പറയുന്നത് ആന്ധ്രയുടെയും തെലങ്കാനയുടെയൊക്കെ ഭാഗമായിട്ടാണ് നമുക്ക് പറയാൻ പറ്റുക. The Godavari is subjected to heavy floods in lower reaches to the south of Polavaram, where it forms a picturesque gorge. അതായത് ഒരു ഗിരികേന്ദ്ര ഒരു സാമാന്യം ഒരു നല്ല ഭംഗിയുള്ളൊരു താഴ്വര ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ, ലോവർ റീച്ചസിൽ പോലാവരം കഴിഞ്ഞിട്ടുള്ള സ്ഥലം. അപ്പോൾ അവിടെയൊക്കെ പ്രധാനമായിട്ടും ഫ്ലഡിങ്, വെള്ളപ്പൊക്കം ക്രിയേറ്റ് ചെയ്യുന്ന സാഹചര്യമൊക്കെ ഗോദാവരി ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. ഇതാണ് നമ്മുടെ മൊത്തത്തിലുള്ള ട്രിബ്യൂട്ടറികളും അവയുടെ സവിശേഷതകളും എന്ന രീതിയിൽ ഒരു ടേബിളാർ ഫോമിലേക്ക് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഞാനിവിടെ നിൽക്കുന്ന വലിയ ടേബിളാണ്. So it's difficult to see this entire table at once. എന്നാലും ആദ്യത്തേത് പ്രവാരയാണ് കേട്ടോ. പ്രവാര റൈറ്റ് ബാങ്ക്, ഇതിൽ റൈറ്റ് ബാങ്ക് ലെഫ്റ്റ് ബാങ്ക് എന്നതും മനസ്സിലാക്കിയിട്ടുണ്ട്. ആദ്യത്തെ 3 പേര് ഇവിടെ റൈറ്റ് ബാങ്ക് ആയിട്ട്, പ്രവാര, പൂർണ്ണ, മഞ്ജീരായ റൈറ്റ് ബാങ്ക് ആയിട്ടും ബാക്കി ഉള്ളവർ ലെഫ്റ്റ് ബാങ്ക് ആയിട്ടും തന്നിരിക്കുന്നതാണ്. ആദ്യത്തെ ആൾ പ്രവാരയാണ്. പ്രവാര റൈറ്റ് ബാങ്ക് ആണ്. ഒറിജിനേറ്റ്സ് ഇൻ ദ വെസ്റ്റേൺ ഘട്ട്സ് നിയർ നാസിക് ഇൻ മഹാരാഷ്ട്ര and it flows through Ahmednagar district and is the smallest tributary. അപ്പോൾ ആരാണ് ഗോദാവരിയുടെ സ്മോളസ്റ്റ് ട്രിബ്യൂട്ടറി എന്ന ചോദ്യത്തിന് മറുപടി ഇവിടെ ഉണ്ട്. ആരാണ് സ്മോളസ്റ്റ് ട്രിബ്യൂട്ടറി ആണ് പ്രവാര. ക്ലിയർ ആണോ? പ്രവാര. 2 പൂർണ്ണയും റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറി ആണ്. റൈസസ് ഇൻ ദി അജന്ത റേഞ്ച് ആൻഡ് ഇറ്റ് ജോയിൻസ് ദ ഗോദാവരി നിയർ ഗംഗാഖേദ് ഇൻ മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിലെ ഗംഗാഖേദ് വെച്ചിട്ട് ഗോദാവരിയിലേക്ക് ജോയിൻ ചെയ്യുന്നവനാണ് നമ്മുടെ പൂർണ്ണ എന്ന റിവർ, വിച്ച് ഇസ് എ റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറി. അജന്ത റേഞ്ചിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്ത് ഗോദാവരിയിലേക്ക് കണക്റ്റ് ആകുന്ന ഗോദാവരിയുടെ ട്രിബ്യൂട്ടറി ഏത്, പോഷക നദി എന്ന ചോദ്യത്തിന് ഉത്തരമാണ് പൂർണ്ണ എന്ന് കൊടുക്കുക നിങ്ങൾ. ഓക്കെ. അടുത്ത റൈറ്റ് ബാങ്ക് ആണ് മഞ്ജീര. മഞ്ജീര റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറികളിൽ ഏറ്റവും ലോങ്സ്റ്റ് ആണ്. ദ ലോങ്സ്റ്റ് റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറി ഓഫ് ഗോദാവരി. എന്തുകൊണ്ട് അതെങ്ങനെ എടുത്തു പറഞ്ഞു വെച്ചാൽ അത് ചോദിച്ചിട്ടുണ്ട് മുമ്പ്. So Manjira is the longest right bank tributary of Godavari and it flows through Maharashtra, Karnataka and Telangana having a length of 724 km. 724 km ആണ് അതിൻ്റെ ലെങ്ത് വരിക. നാലാമത്തെ ആൾ പെൻഗംഗയാണ്, വിച്ച് ഇസ് എ ലെഫ്റ്റ്. ഇനി അങ്ങോട്ടുള്ളവരൊക്കെ ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് ആണ്. പെൻഗംഗ ഒറിജിനേറ്റ്സ് ഇൻ ദി അജന്ത റേഞ്ച് ഇൻ യവത്മാൽ ഡിസ്ട്രിക്ട് മഹാരാഷ്ട്ര ആൻഡ് ഇറ്റ് ജോയിൻസ് വാർധ റിവർ ബിഫോർ കോൺട്രിബ്യൂട്ടിംഗ് ടു ദി പ്രാണഹിത. പ്രാണഹിതയിലേക്ക് ചെന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ് വാർധ നദിയുമായി കൂടിച്ചേരുന്നവനാണ് പെൻഗംഗ റിവർ. അതും അജന്ത റേഞ്ചിൽ തന്നെ ഉത്ഭവിക്കുന്നുണ്ട് എന്നും മനസ്സിലാക്കാം. ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറിയാണ് അവൻ കേട്ടോ, ലെഫ്റ്റ് ബാങ്ക് ആണ്. അടുത്തത് വാർധ. സത്പുര റേഞ്ചസിൽ മധ്യപ്രദേശിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നവനാണ് വാർധ. കമ്പൈൻസ് വിത്ത് പെൻഗംഗ ആൻഡ് വൈൻഗംഗ ടു ഫോം പ്രാണഹിത. പ്രാണഹിത എന്ന നദിയായി മാറാൻ പെൻഗംഗയും വൈൻഗംഗയുമായിട്ട് വാർധ എന്ത് ചെയ്യുന്നു, ജോയിൻ ചെയ്യുന്നു. ജോയിൻ ചെയ്ത് എന്താവുന്നു, പ്രാണഹിത എന്ന ഫോർമേഷൻ ആവുന്നു അല്ലെങ്കിൽ നദിയാകുന്നു. അടുത്തത് വൈൻഗംഗയാണ്. വൈൻഗംഗയും ലെഫ്റ്റ് ബാങ്ക്. റൈസസിൻ്റെ സത്പുര റേഞ്ച് തന്നെയാണ്, മധ്യപ്രദേശിലെ സത്പുര റേഞ്ചിൽ നിന്ന് തന്നെ വരുന്നു. പ്രാണഹിതയുടെ ഫോർമേഷന് ഭാഗമാവുന്നുണ്ട്. വൈൻഗംഗയും പെൻഗംഗയും വാർധയും ചേർന്നിട്ടാണ് പ്രാണഹിത എന്ന രീതിയിലേക്ക് മാറുന്നത് നമ്മൾ പറഞ്ഞതാണ് ഓൾറെഡി. അപ്പോൾ അതിൽ വൈൻഗംഗയും ഉണ്ട്. പ്രാണഹിത ഫോംഡ് ബൈ ദി കോൺഫ്ലുവൻസ് ഓഫ് വൈൻഗംഗ, പെൻഗംഗ ആൻഡ് വാർധ റിവേഴ്സ്. യെസ് പറഞ്ഞു. ആൻഡ് ഇറ്റ് ഇസ് ദി ലോങ്സ്റ്റ് ട്രിബ്യൂട്ടറി ഓഫ് ഗോദാവരി.
അതാണ് ഗോദാവരിയുടെ മൊത്തത്തിലുള്ള ഏറ്റവും ലാർജസ്റ്റ് ട്രിബ്യൂട്ടറി ആരാണ്? പ്രാണഹിതയാണ്. ലോങ്ങസ്റ്റ് റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറി മഞ്ചീരയായിരുന്നു, അല്ലെങ്കിൽ മഞ്ചിരയെന്നോ പറയാം, രണ്ടും പറയാം. എന്നാൽ മൊത്തത്തിലുള്ള ഗോദാവരിയുടെ ഏറ്റവും ലാർജസ്റ്റ് ട്രിബ്യൂട്ടറി ആരായിരുന്നു? ഡിസ്ചാർജിൻ്റെയാണ്, വെള്ളം കൊണ്ടൊഴുക്കുന്നതിൻ്റെ കണക്ക് വെച്ച് നോക്കുമ്പോൾ ലാർജസ്റ്റ് ട്രിബ്യൂട്ടറിയാണ് പ്രാണഹിത. ഇന്ദ്രാവതി ഒറിജിനേറ്റ്സ് ഇൻ ദി ഈസ്റ്റേൺ ഘട്ട്സ് ഇൻ കാലഹന്തി ഡിസ്ട്രിക്ട് ഓഫ് ഒഡീഷ. ഒഡീഷയുടെ കാലഹന്തി ഡിസ്ട്രിക്റ്റിൽ നിന്ന് ഈസ്റ്റേൺ ഘട്ട്സിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നവരാണ് ഇന്ദ്രാവതി. ആൻഡ് ഇറ്റ് ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ട്രിബ്യൂട്ടറീസ് ഫേമസ് ഫോർ ചിത്രകൂട്ട് വാട്ടർഫാൾസ്. കേട്ടിട്ടുണ്ടാവും നിങ്ങൾ ചിത്രകൂട്ട് വെള്ളച്ചാട്ടം. അത് ഈ പറയുന്ന ഇന്ദ്രാവതി നദിയുമായി അസോസിയേറ്റ് ചെയ്തതാണ്. ആൻഡ് ദാറ്റ് റിവർ ഇന്ദ്രാവതി ഈസ് പാർട്ട് ഓഫ് ദി ഗോദാവരി റിവർ സിസ്റ്റം. മനീർ റിവർ റൈസസ് ഇൻ ദി സിദ്ദിപേട്ട് ഡിസ്ട്രിക്ട് ഓഫ് തെലങ്കാനയിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നു. ഇറ്റ് ഫ്ലോസ് ത്രൂ തെലങ്കാന ബിഫോർ ജോയിനിങ് ദി ഗോദാവരി. ഗോദാവരിയിലേക്ക് ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് തെലങ്കാനയിലൂടെ ഫുൾ ഒഴുകി വരുന്ന നദിയാണ്. പിന്നുള്ളത് സബരിയാണ്. റൈസസ് ഇൻ ദി സിംഗാരം ഹിൽസ് ഓഫ് ദി ഈസ്റ്റേൺ ഘട്ട്സ് ഇൻ ഒഡീഷ. എഗെയിൻ ഒഡീഷയിലെ സിംഗാരം ഹിൽസിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന നദിയാണ്. അപ്പോൾ ഇന്ദ്രാവതിയും സബരിയും ഒഡീഷയിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്ത് വരുന്ന നദികളാണെന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് ഇൻഫർമേഷനും ഡീറ്റെയിലിങ്ങിലേക്ക് നിങ്ങൾ ഇറങ്ങി പോകുമെന്നും വേണമെന്നില്ല. ബട്ട് ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് അവയെ പറ്റിയിട്ടൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഇതൊക്കെ റിവൈസ് ചെയ്തില്ലെങ്കിൽ മറന്നു പോകുന്നുള്ള കാര്യം ഉറപ്പുമാണ് കേട്ടോ. സോ ഇതൊക്കെ റിവൈസ് ചെയ്ത് വെക്കാനായിട്ട് കുറച്ച് പോയിന്റുകൾ ട്രൈ ടു കീപ് ദ സിമ്പിൾ. ചെറിയ പോയിന്റുകളായിട്ട് മാത്രം നമ്മൾ പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ബാക്കിയൊക്കെ അതിനെ കണക്ട് ചെയ്ത് പോകാൻ പറ്റുന്ന രീതിയിൽ ഒന്നാക്കി വെച്ചിരുന്നാൽ മതിയാവും. അല്ലെങ്കിൽ പാടായിരിക്കും, ഇതെല്ലാം പഠിച്ച് ബൈ ഹാർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ പാടായിരിക്കും. ഓക്കെ, റൈറ്റ്. സോ ഇറ്റ് ഈസ് നാവിഗബിൾ ഓൺലി ഇൻ ദി ഡെൽറ്റായിക് സ്ട്രെച്ച്. അതായത് ഗോദാവരി കൃത്യമായി നാവിഗേറ്റ് ചെയ്യാൻ സാധിക്കുന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ പ്രദേശങ്ങൾ, ഡെൽറ്റയൊക്കെ ഫോം ചെയ്യുന്നതിന് മുമ്പുള്ള പ്രദേശങ്ങളിൽ മാത്രമാണ് കാര്യമായിട്ട് നമുക്കിത് നാവിഗേറ്റ് ചെയ്യാൻ പറ്റുക. The river after Rajamundri splits into several branches forming a large delta. ഞാൻ നേരത്തെ സൂചിപ്പിച്ചായിരുന്നു, രാജമുന്ദ്രി എന്ന മാപ്പ് കണ്ടാൽ പറഞ്ഞു രാജമുന്ദ്രി കഴിഞ്ഞിട്ട് പിന്നെ അവൻ പലതായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ബൈഫർക്കേഷൻ രണ്ടായിട്ട്, ബൈഫർക്കേഷൻ അല്ല മൾട്ടിഫർക്കേഷനാണ്. ഒന്നിൽ കൂടുതൽ റിവറുകളായിട്ടും സ്ട്രീമുകളായിട്ടും അവിടെ ഡിവൈഡ് ചെയ്തതായിട്ട് നമ്മൾ രാജമുന്ദ്രിക്ക് ശേഷം കണ്ടുവെന്ന് ഞാൻ ഗ്രാഫിനകത്തും നേരത്തെ മാപ്പ് വായിച്ചപ്പോൾ ഈ ഗോദാവരി എന്ന നദിയുടെ മാപ്പ് കണ്ടപ്പോൾ ഞാൻ സൂചിപ്പിച്ചാണ് അങ്ങനെ ഡിവൈഡ് ചെയ്ത് പോകുന്നുണ്ട് എന്നുള്ളത്. സോ ദ റിവർ ആഫ്റ്റർ രാജമുന്ദ്രി സ്പ്ലിറ്റ്സ് ഇൻ ടു സെവറൽ ബ്രാഞ്ചസ്. കുംഭമേള which also takes place on the banks of Godavari river in Nasik. അപ്പോൾ കുംഭമേള സാധാരണ ഗംഗയുടെ തീരത്ത് വെച്ച് നടത്തുന്നു, എന്നാൽ അത് നാസിക്കിൽ മഹാരാഷ്ട്രയിലെ കുംഭമേള ഗോദാവരിയുടെ തീരത്ത് വെച്ച് നടക്കുന്നു. അപ്പോൾ ഇതും കൂടി ചേർത്തിട്ടാണ് നമ്മൾ എന്ത് പറഞ്ഞത്, ദക്ഷിണ ഗംഗ എന്ന് ഗോദാവരി വിളിക്കാൻ കാരണം. പിടിയിട്ടുന്നുണ്ടോ? വലിപ്പത്തിൻ്റെ കാര്യം മാത്രം അടിസ്ഥാനത്തിലല്ല വിളിക്കുന്നത്. ഞാൻ വേറെയും കാര്യമുണ്ടെന്ന് പറഞ്ഞതിലൊന്ന് അതാണ്, കുംഭമേള മഹാരാഷ്ട്രയിൽ നാസിക്കിൽ ഈ ഗോദാവരി തീരത്തായിട്ടാണ് നടത്തുക എന്നുള്ളതാണ്. നാഗ്പൂർ, ഔറംഗാബാദ്, നാസിക്, രാജമുന്ദ്രി എല്ലാം പ്രധാനപ്പെട്ട ടൗൺഷിപ്പുകളാണ് ഈ ഒരു ഗോദാവരി എന്ന നദിയുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നുള്ളത് നമുക്ക് പറയുവാൻ സാധിക്കുന്ന കാര്യമാണ്. ദ ഗോദാവരി റിവർ സിസ്റ്റം ബേസിൻ ഈസ് മെയിൻലി ക്യാരക്ടറൈസ്ഡ് ബൈ ബ്ലാക്ക്, റെഡ് ആൻഡ് ലാട്രിറ്റിക് സോയിൽ അലോങ് വിത്ത് അലൂവിയം, മിക്സഡ് സോയിൽ ആൻഡ് ഏരിയാസ് ഓഫ് സലൈൻ ആൻഡ് ആൽക്കലൈൻ സോയിൽ. വളരെ ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല, എന്നാലും ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ സോയിലിൻ്റെ ടൈപ്പ്. ബിലോ രാജമുന്ദ്രി the Godavari splits into two primary streams, the Gautami Godavari to the east and the Vashishta Godavari to the west. അപ്പോൾ പ്രധാനമായും രാജമുന്ദ്രി കഴിഞ്ഞിട്ട് രണ്ടായിട്ടാണ് ഡിവിഷൻ നടക്കുന്നത്. പിന്നീടാണ് 7 ആയിട്ടൊക്കെ മാറി നമുക്ക് പറയാതെ. അപ്പോൾ പ്രധാനമായിട്ടുള്ള ആ ഒരു 2 ഡിവിഷൻ എന്ന് പറയുന്നത് ഏതൊക്കെയായിട്ടാണ്? ഒന്ന് ഗൗതമി ഗോദാവരി എന്ന് പറയുന്നൊരു ഡിവിഷൻ, എവിടെ ഈസ്റ്റിലോട്ടുള്ള ഗൗതമി ഗോദാവരിയും വെസ്റ്റിലോട്ടുള്ള വശിഷ്ഠ ഗോദാവരി. അപ്പോൾ ഇത് ഗൗതമി ഗോദാവരി, ഇത് വശിഷ്ഠ ഗോദാവരി. ഇവിടെ കിട്ടിയോ? ഇത് രാജമുന്ദ്രി എന്ന പട്ടണം, ഇത് രാജമുന്ദ്രി. ഇവിടെ കിട്ടിയോ? ഇത് രാജമുന്ദ്രി. അപ്പോൾ രാജമുന്ദ്രി എന്ന ടൗണിൽ വെച്ചിട്ട് ഈ രണ്ടായിട്ട് ഇയാൾ ഡിവൈഡ് ചെയ്ത് പോകുന്നുണ്ട്. അതിൽ വെസ്റ്റേൺ ഭാഗത്തെ വശിഷ്ഠ ഗംഗ എന്നും ഈസ്റ്റേൺ പോർഷനെ നമ്മൾ ഗൗതമി ഗോദാവരി അല്ലെങ്കിൽ എന്ന രീതിയിൽ നമ്മൾ വിശേഷിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഇവൻ വീണ്ടും ഡിവൈഡ് ചെയ്യപ്പെടുന്നുണ്ട്. പിന്നീട് ഡിവൈഡ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ 2 ഡിവിഷനുകൾ കണ്ടതിന് പുറമെ പിന്നെ 7 ഡിവിഷനുകളായിട്ട് അവൻ മാറുന്നുണ്ട് ബിഫോർ എൻറ്ററിങ് ദ ബേ ഓഫ് ബംഗാൾ. കേട്ടോ, ബംഗാൾ ഉൾക്കടലിലേക്ക് ഇവൻ ചെന്നെത്തുന്നതിന് മുമ്പായിട്ട് പിന്നീടുള്ളൊരു 7 ഡിവിഷനുകൾ എന്ന രീതിയിൽ ഇവൻ ഫോം ചെയ്യുന്നുണ്ട് ബിഫോർ എൻറ്ററിങ് ദ ബേ ഓഫ് ബംഗാൾ. ദ ഗോദാവരി ഫോംസ് 7 മൗത്ത്. കളക്റ്റീവ്ലി ദീസ് ബ്രാഞ്ചസ് ആർ കോൾഡ് സപ്ത ഗോദാവരി. ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും, ഇങ്ങനെ ബംഗാൾ ഉൾക്കടലിലേക്ക് ചെന്നെത്തുന്നതിന് മുമ്പ് ഗംഗ 7 വ്യത്യസ്തമായ സ്ട്രീമുകളായി ഡിവൈഡ് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിച്ച പേരാണ്, അല്ലെങ്കിൽ അങ്ങനെ ഡിവൈഡ് ചെയ്ത് കണ്ട അവസ്ഥയെ വിളിക്കുന്ന പേരാണ് സപ്ത ഗോദാവരി എന്ന് പറയും. എന്ത് പറയും? സപ്ത ഗോദാവരി, 7 ഗോദാവരിയുടെ സ്ട്രീമുകൾ എന്ന പേരിൽ. While the river before splitting is known as
അഖണ്ഡ ഗോദാവരി. ആ സ്പ്ലിറ്റ് ചെയ്യപ്പെട്ട 7 മാറുന്നതിന് മുമ്പുള്ള ഗോദാവരി എന്താ പറയുക? വൈൽ ദ റിവർ ബിഫോർ സ്പ്ലിറ്റിംഗ്. ഇതൊക്കെ എടുത്ത് ചോദിക്കാവുന്ന നല്ല ചോദ്യങ്ങളാണ്. ദ റിവർ ബിഫോർ സ്പ്ലിറ്റിംഗ് ഈസ് നോൺ ആസ് അഖണ്ഡ ഗോദാവരി. അഖണ്ഡ ഗോദാവരി. അഖണ്ഡ ഗോദാവരിയും സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് വരുന്നതിനെയാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് പറയുന്നതിനെയാണ് സപ്ത ഗോദാവരി എന്നും പറയാം. സോ ഏതൊക്കെയാണ് ആ സപ്ത ഗോദാവരിയിൽ വരുന്ന ബ്രാഞ്ചസ് എന്ന് നോക്കാം. 1 തുല്യഭാഗ, 2 ആത്രേയ, 3 ഗൗതമി, 4 ജമദാഗ്നി അല്ലെങ്കിൽ ഭരദ്വാജ, പിന്നെ കൗശിക, 7ാമത്തത് വശിഷ്ഠ. അപ്പോൾ ഇതാണ് 7 ഗോദാവരിയുടെ എന്താ പറയുക കട്ടിങ്സ് അല്ലെങ്കിൽ ഡിവിഷൻസ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇമ്പോർട്ടൻറ്റ് പ്രൊജക്ട്സ് ഗോദാവരി നദിയുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന ആരൊക്കെയാണെന്ന് നോക്കിക്കേ. 1 പൊലാവരം ഇറിഗേഷൻ പ്രൊജക്റ്റ് കലേശ്വരം, പിന്നെ സാദർ മാത്ത ആനിക്കട്ട്. ആനിക്കട്ട് എന്ന് പറഞ്ഞാൽ ഇറിഗേഷന് വേണ്ടിയിട്ട് നമ്മൾ കിട്ടുന്ന ഡാമിനെ വിളിക്കുന്ന പേരാട്ടോ. ചെറിയ ഇറിഗേഷന് വേണ്ടിയിട്ട് എന്ന രീതിയിൽ നമ്മൾ ഡാം പണിയുന്നതിനെ തന്നെയാണ് അനിക്കട്ട് എന്ന് വിളിക്കുക. ഇഞ്ചംപള്ളി പ്രൊജക്റ്റ്, ശ്രീറാം സാഗർ പ്രൊജക്റ്റ്, ഗോദാവരി കനാൽ ഇറിഗേഷൻ പ്രൊജക്റ്റ്, ജയക്വാദി പ്രൊജക്റ്റ്. ഇതെല്ലാം വരുന്നത് ഇതിൻ്റെ ഭാഗമായിട്ടാണ്, പ്രധാനപ്പെട്ട ഗോദാവരിയുടെ പ്രൊജക്ട്സ് ആയിട്ട് വരുന്നതാണ്. പിന്നെ സോമേശ്വർ, പൊച്ചേര, ചിത്രകൂട്ട്, ഇന്ദ്രാവതിയിൽ അല്ലേ ഒക്കെ വരുന്ന വെള്ളച്ചാട്ടങ്ങളൊക്കെ നമുക്കറിയാം. നയാഗ്ര ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നതാണ് നമ്മുടെ ചിത്രകൂട്ട് വെള്ളച്ചാട്ടം. ഇന്ദ്രാവതിയിലെ ചിത്രകൂട്ട് വെള്ളച്ചാട്ടം ഈസ് ഓൾസോ നോൺ ആസ് നയാഗ്ര ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ നയാഗ്ര വെള്ളച്ചാട്ടം എന്നറിയും. ഇപ്പോൾ പ്രധാനപ്പെട്ട കുറച്ച് പ്രൊജക്റ്റും അതിൻ്റെ വാട്ടർഫോൾസും നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കുന്നുണ്ട് പോകുന്ന ഭാഗമായിട്ട്. ആദ്യത്തേത് എന്താ? പൊലാവരം അല്ലെങ്കിൽ ഇറിഗേഷൻ പ്രൊജക്റ്റ് നമ്മൾ പറഞ്ഞിരുന്ന കേസാണ് അല്ലേ. സോ പൊലാവരം ഇറിഗേഷൻ പ്രൊജക്റ്റിൻ്റെ ലൊക്കേഷൻ, ഇറിഗേഷൻ പ്രൊജക്റ്റാണ്, അതായത് ജലസേചനവുമായി ബന്ധപ്പെട്ട പ്രൊജക്റ്റാണ് നമുക്കറിയാം. ലൊക്കേഷൻ ആന്ധ്രാപ്രദേശാണ്. പൊലാവരം വില്ലേജ്, അപ്പോൾ പൊലാവരം എന്നത് സ്ഥലപ്പേരായിരിക്കണം, ആന്ധ്രാപ്രദേശിലെയാണ്. പൊലാവരം വില്ലേജിനടുത്തായി കാണുന്നു. റിവർ ഏതാ? ഗോദാവരി. ടൈപ്പ് ഇതൊരു മൾട്ടി പർപ്പസ് ഇറിഗേഷൻ പ്രൊജക്റ്റാണ്. പ്രൈമറി ബെനിഫിറ്റ് ഇറിഗേഷൻ ബെനിഫിറ്റ് കൊടുക്കുക എന്നുള്ളതും, 2 ഹൈഡ്രോ പവേഴ്സ്. ഇപ്പം എസെൻഷ്യലി ഈ പറയുന്നത് പൊലാവരം ഇറിഗേഷൻ പ്രൊജക്റ്റ് എന്നാണെങ്കിലും അതിപ്പോൾ ഒരു മൾട്ടി പർപ്പസ് പ്രൊജക്റ്റ് ആണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇറിഗേഷന് വേണ്ടിയിട്ടല്ലാണ്ട് മറ്റ് ചില പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും ഈ ഒരു അണക്കെട്ടിൽ നിന്നുള്ള വെള്ളം ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് ഹൈഡ്രോ പവർ ജനറേഷനും ഉണ്ട്. മാത്രമല്ലാണ്ട് ഡ്രിങ്കിങ് വാട്ടറിൻ്റെ സപ്ലൈ, നമ്മുടെ വാട്ടർ ഇറിഗേഷൻ അല്ലാണ്ട് വരുന്ന വാട്ടർ, നമ്മൾ ഇവിടെ എന്താ പറയുക, വാട്ടർ അതോറിറ്റി നമ്മൾ പറയാറില്ലേ, വെള്ളം സപ്ലൈ ചെയ്യുന്ന അതിന് സമാനമായിട്ടുള്ള ആപ്ലിക്കേഷനും പൊലാവരം ഇറിഗേഷൻ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ദ ഇന്റർ ബേസിൻ ട്രാൻസ്ഫർ, ദ റൈറ്റ് കനാൽ വിൽ ഫെസിലിറ്റേറ്റ് ദ ട്രാൻസ്ഫർ ഓഫ് വാട്ടർ ടു ദ കൃഷ്ണ റിവർ ബേസിൻ. പൊലാവരത്തിലെ റൈറ്റ് കനാൽ ആരിലേക്ക് വെള്ളം എത്തിക്കുന്നതിന് കണക്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആരുമായിട്ട് കണക്റ്റഡ് ആണെന്ന് ചോദിച്ചാൽ കൃഷ്ണ നദിയുമായിട്ട് കണക്റ്റഡ്. ഏത് നദി? കൃഷ്ണ നദിയുമായിട്ട് കണക്റ്റഡ്. അതിൻ്റെ ഇൻഡയറക്റ്റ് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് ഡെവലപ്മെൻറ്റ് ഓഫ് പിസിക്കൾച്ചറാണ്. അതായത് നമ്മുടെ ബ്രീഡിങ് ആൻഡ് റെയറിങ് ഓഫ് ഫിഷ്, മത്സ്യകൃഷിക്ക് അനുയോജ്യമാണ്. ടൂറിസം, പിന്നെ അർബനൈസേഷനൊക്കെ ഇൻഡയറക്ട്ലി നമ്മുടെ ബേസിക് ആയിട്ടുള്ള പൊലാവരം ഇറിഗേഷൻ പ്രൊജക്റ്റിൻ്റെ നേരിട്ടുള്ള ബെനിഫിറ്റ്സിൽ നിന്നും അല്ലാണ്ട് പറയാൻ പറ്റുന്ന ഇൻഡയറക്റ്റ് ബെനിഫിറ്റ്സ്. സ്റ്റാറ്റസ് ഇറ്റ് ഹാസ് അക്കോർഡഡ് ദ നാഷണൽ പ്രൊജക്ട് സ്റ്റാറ്റസ് ബൈ ദി യൂണിയൻ ഗവൺമെൻറ് ഇൻ 2014 അണ്ടർ ദി സെക്ഷൻ 90 ഓഫ് ദി ആന്ധ്രാപ്രദേശ് റെക്കഗ്നൈസേഷൻ ആക്ട് ഓഫ് 2014. ഒന്നും വേണമെന്നില്ല, നാഷണൽ പ്രൊജക്ട് സ്റ്റാറ്റസ് ഒക്കെ കിട്ടിയ ഒരു പ്രൊജക്റ്റ് ആയിരുന്നു പൊലാവരം ഇറിഗേഷൻ പ്രൊജക്റ്റ് എന്ന് ജസ്റ്റ് ഒന്ന് കേട്ടിരുന്നു. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ നാഷണൽ റെക്കഗ്നിഷൻ കിട്ടിയ ഒരു പ്രൊജക്റ്റാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അതാണോ അല്ലയോ എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ധാരണ നമുക്ക് ഉണ്ടാകണം എന്നത് മാത്രം കൊണ്ട് ഞാനത് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ശ്രീറാം സാഗർ പ്രൊജക്റ്റ് അല്ലെങ്കിൽ പൊച്ചംപാട് പ്രൊജക്റ്റ് എന്ന് പറയാം. ലൊക്കേഷൻ നിസാമാബാദാണ്, തെലങ്കാന. നിസാമാബാദ് ഡിസ്ട്രിക്ട് ഓഫ് തെലങ്കാന നിയർ പൊച്ചംപാട് വില്ലേജ്. നദി ഗോദാവരി, മറ്റൊരു പേര് പൊച്ചംപാട് പ്രൊജക്റ്റ് എന്ന് വിളിക്കാറുണ്ട്. ശ്രീറാം സാഗറിൻ്റെ മൾട്ടിപർപ്പസ് പ്രൊജക്റ്റ് തന്നെയാണ്. ഇറിഗേഷനും ഹൈഡ്രോ പവറും ഡ്രിങ്കിങ് വാട്ടർ സപ്ലൈയും ഉണ്ട്. ഫൗണ്ടേഷൻ 1969 ജവഹർലാൽ നെഹ്റു നിർവഹിച്ചു. ഈ ഒരു ശ്രീറാം സാഗർ പ്രൊജക്റ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന പ്രധാന കനാൽ സംവിധാനങ്ങളാണ് കക്കാട്ടിയ കനാൽ. ഇതാണ് പോച്ചംപാടിൻ്റെ പ്രധാന കനാൽ സംവിധാനമാണ്. കക്കാട്ടിയ കനാൽ, മെയിൻ കനാൽ കക്കാട്ടിയ കനാലാണ്. പിന്നെ സരസ്വതി കനാൽ, ലക്ഷ്മി കനാൽ, പിന്നെ ഫ്ലഡ് ഫ്ലോ കനാൽ, FFC എന്ന് പറയും. ടു മിഡ് മനൈർ ആൻഡ് ലോവർ മനൈർ ഡാംസ്, മിഡ് മനൈർ ആൻഡ് ലോവർ മനൈർ ഡാമിലേക്കുള്ള ഫ്ലഡ് ഫ്ലോ കനാലുകളും ഈ ശ്രീറാം സാഗറിൻ്റെ ഭാഗമായിട്ട് അസോസിയേറ്റ് ചെയ്തതാണ്. ബെനിഫിറ്റ്സ്: പ്രൊവൈഡിങ് ഇറിഗേഷൻ ഫെസിലിറ്റീസ് ടു ലാർജർ ഏരിയ ഇൻ നോർത്ത് തെലങ്കാന, ഡിസ്ട്രിക്റ്റിലേറ്റ് കരീംനഗർ, വരാങ്കൽ, ആദിലാബാദ്, നിസാമാബാദ്, ഖമാം. അതുപോലെ സപ്ലൈ ഡ്രിങ്കിങ് വാട്ടർ, ജനറേറ്റിംഗ് ഹൈഡ്രോ പവർ പ്രൊജക്ട്സ്. ഏകദേശം 36 മെഗാവാട്ട്സ് വരെയുള്ള കപ്പാസിറ്റിയാണ് 4 ടർബൈനുകളിൽ നിന്ന് ശ്രീറാം സാഗർ പ്രൊജക്റ്റ് ജനറേറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ്.
ലൈവ് സ്റ്റോറേജ് കപ്പാസിറ്റി ഇസ് അപ്രോക്സിമേറ്റ്ലി 90,000 മില്യൺ ക്യൂബിക് ഫീറ്റ് ആണ് കേട്ടോ ഇതിൻ്റെ ഒരു കപ്പാസിറ്റി, വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. സിഗ്നിഫിക്കൻസ് ഓഫൻ ഡിസ്ക്രൈബ്ഡ് ആസ് ദി ലൈഫ് ലൈൻ ഫോർ എ ലാർജ് പാർട്ട് ഓഫ് തെലങ്കാന. തെലങ്കാനയുടെ ഒരു പ്രധാന ഭാഗത്തേക്കുള്ള ലൈഫ് ലൈൻ, ജീവരേഖ എന്ന് വിശേഷണം നമുക്ക് ശ്രീറാം സാഗർ പ്രൊജക്റ്റ് അല്ലെങ്കിൽ പൊച്ചമ്പാട് പ്രൊജക്റ്റിന് വിശേഷിപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഇതൊന്നും അധികം അങ്ങനെ ആരും നമ്മൾ പറഞ്ഞു പോകുന്ന സാധനങ്ങളല്ല, പക്ഷേ ഇതിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. ഓക്കെ, ജയക്വാടി ഡാം, നാഥ് സാഗർ എന്നും വിളിക്കാം, ജയക്വാടി. ഇതേപോലുള്ള ഇൻഫർമേഷൻസ് ജസ്റ്റ് ഞാൻ പെട്ടെന്നൊന്ന് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. ജസ്റ്റ് ഫാക്ച്വൽ കണ്ടീഷൻസ് ആണ്, ഇതിനകത്തൊന്നും വേറെ ലോജിക്ക് പറയാനില്ല. ലൊക്കേഷൻ പൈത്താൻ താലൂക്ക്, ഛത്രപതി സംഭാജി നഗർ, ഔറംഗാബാദ്, മഹാരാഷ്ട്രയിലുള്ള തന്നെ ഔറംഗാബാദിലുള്ള പൈത്താൻ താലൂക്കിലാണ്. ഛത്രപതി സംഭാജി നഗർ, അത് മതി, ഛത്രപതി സംഭാജി നഗറിലാണ് ഉള്ളതെന്ന് അറിഞ്ഞിരുന്നാൽ മതി. റിവർ ഗോദാവരി, റിസർവറിൻ്റെ നെയിം എന്താ? നാഥ് സാഗർ ജലശായി. ഓക്കെ, നാഥ് സാഗർ. Primarily an earthen dam with a masonry spillway section, and it is one of the largest earthen dam in Asia by length. ഏറ്റവും വലിയ എർത്തൻ ഡാമുകളിൽ ഒന്നാണ് ആക്ച്വലി ജയക്വാടി ഡാം അല്ലെങ്കിൽ നാഥ് സാഗർ ഡാം എന്ന് പറയുന്നത്. 1965 പ്രവർത്തനം ആരംഭിച്ച് 76 ഇനാഗുറേഷൻ നടന്ന അണക്കെട്ട്. ടോട്ടൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഏകദേശം 2.9 ബില്യൺ ക്യൂബിക് മീറ്റേഴ്സ് ആണ്, അല്ലെങ്കിൽ 102.75 മില്യൺ ക്യൂബിക് ഫീറ്റ് എന്നും പറയാം. ഇതും ഞാൻ നേരത്തെ സൂചിപ്പിച്ച അണക്കെട്ടുകളെ പോലെ തന്നെ മൾട്ടിപർപ്പസ് പ്രൊജക്റ്റാണ്. ഇറിഗേഷനും ഡ്രിങ്കിങ് വാട്ടറും ഇൻഡസ്ട്രിയൽ സപ്ലൈയും ഹൈഡ്രോ പവർ ജനറേഷനും ഫ്ലഡ് കൺട്രോളും എല്ലാം നമുക്ക് ഇതിനകത്തും പറയാൻ സാധിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പ്രൊജക്റ്റാണ് കലേശ്വരം ലിഫ്റ്റ് ഇറിഗേഷൻ. അതിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പിന്നീട് നോക്കുക. കലേശ്വരം ലിഫ്റ്റ് ഇറിഗേഷൻ പ്രൊജക്റ്റ് ഈസ് എ മാസീവ് ബിൽറ്റ് പർപ്പസ് മൾട്ടിപർപ്പസ് ഇറിഗേഷൻ പ്രൊജക്റ്റ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് തെലങ്കാന. വളരെ പ്രധാനമായിട്ട് നോക്കേണ്ടത് ഇതിൻ്റെ സംസ്ഥാനമാണ്. കലേശ്വരം ലിഫ്റ്റ് ഇറിഗേഷൻ പ്രൊജക്റ്റ് ഏത് സംസ്ഥാനവുമായിട്ട് അസോസിയേറ്റ് ചെയ്തതാണ്? തെലങ്കാനയായിട്ട് അസോസിയേറ്റ് ചെയ്തതാണ്. It is currently the world's largest multi-stage lift irrigation scheme designed to lift water over a significant elevation to supply drought-prone regions. അപ്പോൾ പൊതുവെ ഈ ലിഫ്റ്റ് ഇറിഗേഷൻ സംവിധാനം എന്നതിനെപ്പറ്റി പലർക്കും ചിലപ്പോൾ ഒരു ധാരണക്കുറവുണ്ടാവും. എങ്കിൽ അവർ ശ്രദ്ധിക്കാൻ വേണ്ടി പറയുന്നത് ലിഫ്റ്റ് ഇറിഗേഷൻ എന്ന് പറയുന്നത് സാധാരണ അണക്കെട്ടുകളിൽ നിന്ന് ഇറിഗേഷൻ സംവിധാനങ്ങൾ ലോവർ സ്ട്രീമുകളിലേക്കാണ് പോവുക. അതായത് വെള്ളം ഇങ്ങനെ വന്ന് നിൽക്കുന്നു, ഇവിടെ അണക്കെട്ട് കിട്ടുന്നു, എന്നിട്ട് ഇവിടെ നിന്ന് താഴേക്കുള്ള പ്രദേശങ്ങളിലേക്കാണ് പ്രധാനമായിട്ടും വെള്ളം പമ്പ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ അണക്കെട്ടുകൾ ഇവിടെ ഷട്ടറുകൾ തുറന്നിട്ടൊക്കെ വെള്ളം താഴത്തെ സ്ട്രീമിലേക്ക് വെള്ളം കൺട്രോൾ ചെയ്ത് എടുത്ത് വിട്ട് അതിൽ നിന്ന് കനാലുകൾ പലയിടങ്ങളിലേക്ക് സ്പ്ലിറ്റ് ചെയ്ത് പോയി അതിലേക്ക് വെള്ളം എത്തുന്നു. അതായത് ലോവർ റീച്ചസിലേക്കാണ് ജനറലി വെള്ളം എത്തുക. ലിഫ്റ്റ് ഇറിഗേഷൻ എന്ന് പറയുമ്പോൾ അതല്ലാണ്ട് ഹയർ എലിവേഷനുള്ള സ്ഥലങ്ങളിലേക്ക് വെള്ളം പമ്പ് ചെയ്യുന്നത് തന്നെയാണ് നമ്മൾ ലിഫ്റ്റ് ഇറിഗേഷൻ സംവിധാനം എന്ന് പറയാം. അവിടെ നിന്ന് ലിഫ്റ്റ് ചെയ്യണം, ഒരു സമ്പിൽ നിന്ന് ലിഫ്റ്റ് ചെയ്ത് മറ്റൊരിടത്തേക്ക് കൊടുക്കുക. അപ്പം അങ്ങനെയുള്ളതിൽ ഏറ്റവും വേൾഡ്സ് ലാർജസ്റ്റ് ആയിട്ടുള്ള ഒരു മൾട്ടി സ്റ്റേജ് ലിഫ്റ്റ് ഇറിഗേഷൻ സിസ്റ്റമാണ് കലേശ്വരം ലിഫ്റ്റ് ഇറിഗേഷൻ പ്രൊജക്റ്റ്. ഇറ്റ് ഈസ് പാർട്ട് ഓഫ് ദിസ് ഗോദാവരി. ഓക്കെ, അടുത്തത് സാദർമത്ത് അനിക്കട്ട് പ്രൊജക്റ്റ്. അനിക്കട്ടിൻ്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു. സാദർമത്ത് അനിക്കട്ട് പ്രൊജക്റ്റ്, യെസ്, ഇൻ്റർനാഷണൽ കമ്മീഷൻ ഓൺ ഇറിഗേഷൻ ആൻഡ് ഡ്രെയിനേജ്. ഞാൻ ICID എന്ന് പറയുന്ന സാധനം, ഇൻ്റർനാഷണൽ കമ്മീഷൻ ഓൺ ഇറിഗേഷൻ ആൻഡ് ഡ്രെയിനേജ് എന്ന് പറയുന്ന എന്താ പറയുക രജിസ്റ്ററിൽ, അവരുടെ രജിസ്റ്ററിനകത്ത് വേൾഡ് ഹെറിറ്റേജ് ഇറിഗേഷൻ സ്ട്രക്ചേഴ്സിൻ്റെ ആ ഒരു രജിസ്റ്ററിനകത്ത് ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന പ്രൊജക്റ്റാണ്, അല്ലെങ്കിൽ അണക്കെട്ടാണ് സാദർമത്ത് അനിക്കട്ട് പ്രോജക്റ്റ്. അനിക്കട്ട് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, അനിക്കട്ട് ഇസ് ജസ്റ്റ് ഇറിഗേഷന് വേണ്ടിയിട്ടുള്ള ഡാം പണിയുന്നതിനെ അനിക്കട്ട് എന്നുള്ള രീതിയിൽ പറയാം. അപ്പോൾ അത് ഓൾറെഡി ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നതാണെന്നുള്ളത് സിഗ്നിഫിക്കൻ്റ് ആണ് കേട്ടോ. ലൊക്കേഷൻ നിസാമാബാദാണ്, തെലങ്കാനയിലെ നിസാമാബാദാണ്. ടൈപ്പ് ആനിക്കട്ടാണ്, മേസൺറി വിയർ സ്ട്രക്ചർ വിതൗട്ട് റിലയബിൾ സ്റ്റോറേജ്. കാര്യമായിട്ടുള്ള സ്റ്റോറേജ് ഒന്നും ഇല്ലാത്ത തരത്തിലുള്ള ഒരു അണക്കെട്ട് പോലെ പണിയുന്നത്, ചെറിയൊരു അണക്കെട്ട് പോലെ പണിത് ഇറിഗേഷന് വേണ്ടി വെള്ളം ഡൈവേർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. 1891-92 ഇനാഗുറേഷൻ അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ നടന്ന പ്രൊജക്റ്റാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഇച്ചമ്പള്ളി പ്രൊജക്റ്റ്. ഇച്ചമ്പള്ളി പൂർണ്ണമായി ഫിനിഷ് ചെയ്യപ്പെട്ടിട്ടില്ലാത്ത പ്രൊജക്റ്റായിട്ട് കൺസിഡർ ചെയ്യുന്നത് നിയർ ദി കോൺഫ്ലുവൻസ് ഓഫ് ഗോദാവരി റിവർ ആൻഡ് ഇന്ദ്രാവതി റിവർ ബോർഡറിങ് ദ സ്റ്റേറ്റ് ഓഫ് തെലങ്കാന, മഹാരാഷ്ട്ര ആൻഡ് ഛത്തീസ്ഗഡ്. അതല്ലാണ്ട് മറ്റ് പ്രൊജക്റ്റുകൾ എന്ന രീതിയിൽ നിസാം സാഗർ പ്രൊജക്റ്റ് ഉണ്ട്, മഞ്ചീര നദി, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഡാമും നദിയും സംസ്ഥാനവും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ട് എടുത്തെടുത്ത് പറയുന്നതാണ്. നിസാം സാഗർ മഞ്ചീര നദിയിലാണ്, തെലങ്കാനയിലാണ്. പ്രൊജക്റ്റ് ഇറിഗേഷനും ഡ്രിങ്കിങ് വാട്ടറും. ഇറ്റ് വാസ് വൺസ് ദി ലാർജസ്റ്റ് മാൻ മെയ്ഡ് റിസർവർ ഇൻ ഏഷ്യ. ഒരിക്കൽ ഏറ്റവും വലിയ മാൻ മെയ്ഡ് റിസർവർ ആയിരുന്നതാണ് ഈ നിസാം സാഗർ അണക്കെട്ട്. പക്ഷേ ഇപ്പം അങ്ങനെയല്ല, അപ്പം മാറിയിട്ടുണ്ട്. ബട്ട് ഇനി ഹൗ ഇത്ര ഓർത്തിരിക്കുക, നിസാം സാഗർ മഞ്ചീര നദിയിലാണ് തെലങ്കാന എന്ന സംസ്ഥാനവുമായിട്ട് അസോസിയേറ്റ് ചെയ്താണ്. മൾട്ടിപർപ്പസ് ഇറിഗേഷനും
വാട്ടർ സപ്ലൈക്കും ഒക്കെ ഉണ്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പർ പെൻഗംഗ അണക്കെട്ട് പെൻഗംഗ നദിയിലാണ്, മഹാരാഷ്ട്ര എന്ന സംസ്ഥാനത്താണ് ഇറിഗേഷനും ഡ്രിങ്കിങ് വാട്ടറിനും വേണ്ടിയിട്ട്. അപ്പർ വൈൻഗംഗ പ്രൊജക്റ്റ് വൈൻഗംഗ നദിയിലാണ്, മഹാരാഷ്ട്രയിലും മധ്യപ്രദേശിലുമായിട്ടാണ് കാണുന്നത്. ഇറിഗേഷനും ഡ്രിങ്കിങ് വാട്ടറും തന്നെയാണ്. അപ്പർ ഇന്ദ്രാവതി ഏത് നദിയിലാണെന്നൊന്നും പറയേണ്ട കാര്യമേ ഇല്ല. ഇന്ദ്രാവതി നദിയാണ്, ഒഡീഷ എന്ന സംസ്ഥാനത്താണ് കാണുക, ഹൈഡ്രോ പവറും ഇറിഗേഷനും. അതുപോലെ അപ്പർ വാർധ എന്ന അണക്കെട്ട് വാർധ നദിയിൽ, മഹാരാഷ്ട്ര എന്ന സംസ്ഥാനം ഇറിഗേഷനും ഡ്രിങ്കിങ് വാട്ടറിനുമാണ് ഉപയോഗിക്കുന്നത് എന്നതും മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടതല്ലാണ്ട് വരുന്ന ചില അണക്കെട്ടുകൾ പ്രധാനപ്പെട്ടുള്ള ആൾക്കാരുടെ സംസ്ഥാനവും നദി അസോസിയേറ്റ് ചെയ്ത് പറഞ്ഞതാണ്. നിസാം സാഗർക്ക് ഒരുപാട് പിന്നെ ചോദിച്ചിട്ടുള്ള സാധനമാണ്. നിസാം സാഗർ, മഞ്ചീര നദി, തെലങ്കാന. നിസാം സാഗർ, മഞ്ചീര നദി, തെലങ്കാന. ഇതൊക്കെ എടുത്തു വെച്ച് പഠിച്ചോണം. അടിപൊളി സാധനമാണ്. വീണ്ടും വീണ്ടും ചോദിക്കുക. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് നദിയെ കിട്ടും. പെൻഗംഗ, വൈൻഗംഗ, ഇന്ദ്രാവതി, വാർധയൊക്കെ ഏതിലാണ്, അതത് നദികളിലാണെന്നുള്ളത് കിട്ടും. സംസ്ഥാനം മാത്രം ഓർത്തേച്ചാൽ മതി. ക്ലിയർ അല്ലേ? റൈറ്റ്. ഇക്കോളജിക്കൽ ആസ്പെക്റ്റ് ഓഫ് ദി ഗോദാവരി റിവർ ബേസിൻ. ഇത് ശരിക്കും നിങ്ങൾ നോക്കണമെന്ന് നിർബന്ധം ഒന്നും ഇല്ലാത്തൊരു കാര്യമാണ്. പിന്നെ ഡിഗ്രി ലെവൽ ആയതുകൊണ്ട് മാത്രം നമ്മൾ ഇതുകൂടി ഒന്ന് പറഞ്ഞു പോയി എന്ന് മാത്രമേ ഉള്ളൂ, പറഞ്ഞു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ദി ഗോദാവരി ബേസിൻ ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഡൈവേഴ്സ് എക്കോസിസ്റ്റംസ് റേഞ്ചിങ് ഫ്രം ദി തിക്ക് ഫോറസ്റ്റ് ഓഫ് ദി വെസ്റ്റേൺ ഘട്ട്സ്, അവിടെ നിന്നാണത് ഒറിജിനേറ്റ് ചെയ്യുന്നത്, ടു ദി മാർഷി കോസ്റ്റൽ ഡെൽറ്റ വെർ മീറ്റ്സ് ദ ബേ ഓഫ് ബംഗാൾ. തിക്കായിട്ടുള്ള നിബിഡ വനങ്ങൾ ഉൾപ്പെടുന്ന പശ്ചിമഘട്ടം മുതൽ അങ്ങ് തീരദേശ പ്രദേശത്തേക്ക് എത്തുമ്പോൾ കാണുന്ന തീർത്തും ഡെൽറ്റൈക്കായിട്ട് കാണുന്ന പ്രദേശം വരെയും ഈ ഗോദാവരി റിവർ ബേസിനിൽ കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഫോറസ്റ്റ് കവർ ആൻഡ് ബയോഡൈവേഴ്സിറ്റി നോക്കിയാൽ കാച്ച്മെൻറ്റ് ഏരിയ സിഗ്നിഫിക്കൻറ്റ് പോർഷൻ അറൌണ്ട് 29% ഓഫ് ദി ഗോദാവരി ബേസിൻ ഈസ് കവേർഡ് ബൈ ഫോറസ്റ്റ്, particularly in the middle and upper reaches across states like Maharashtra, Chhattisgarh and Telangana. അതായത് ഗോദാവരി എന്ന നദിയുടെ ഏറ്റവും ഉയർന്ന പോർഷനിൽ അപ്പർ സ്ട്രെച്ചിലും മിഡിൽ കോഴ്സിലുമൊക്കെ 29% ശരിക്കും പറഞ്ഞാൽ കാച്ച്മെൻറ്റ് ഏരിയയുടെ 29% ഫോറസ്റ്റ് ഏരിയ ആയിട്ട് തന്നെ വരുന്നതാണ്. ദ സെൻട്രൽ ഇന്ത്യൻ ബെൽറ്റ്, ദ റിവേഴ്സ് മേജർ ട്രിബ്യൂട്ടറീസ് വാർധ, വൈൻഗംഗ, ഇന്ദ്രാവതി ഫ്ലോസ് ത്രൂ ദി ഫോറസ്റ്റഡ് ബെൽറ്റ് ഓഫ് സെൻട്രൽ ഇന്ത്യ വിച്ച് ഇസ് ഹോം ടു 3 മേജർ ടൈഗർ റിസർവ്സ്. ഇപ്പോൾ സെൻട്രൽ ബെൽറ്റ് ആയിട്ടുള്ള ഗോദാവരിയുടെ പ്രധാന ട്രിബ്യൂട്ടറികൾ ഈ സെൻട്രൽ ബെൽറ്റിൽ, അതായത് പ്രധാന ഫോറസ്റ്റ് ആയിട്ടുള്ള ഏരിയയിൽ 3 ടൈഗർ റിസർവിൻ്റെ ഭാഗമായിട്ട് ഒഴുകുകയാണ്. തഡോബ നാഷണൽ പാർക്ക് മഹാരാഷ്ട്ര, പെഞ്ച് നാഷണൽ പാർക്ക്, ഇന്ദ്രാവതി നാഷണൽ പാർക്ക് മഹാരാഷ്ട്രയും മധ്യപ്രദേശുമായിട്ടും ഛത്തീസ്ഗഡുമായിട്ടും അസോസിയേറ്റ് ചെയ്ത് വരുന്നത്. അതുപോലെ കോരിംഗ വൈൽഡ് ലൈഫ് സാങ്ച്വറി സിറ്റുവേറ്റഡ് നിയർ കാക്കിനട ഇൻ ദ ഈസ്റ്റ് ഗോദാവരി ഡിസ്ട്രിക്ട് ഓഫ് ആന്ധ്രാപ്രദേശ് ഇസ് പാർട്ട് ഓഫ് ദി എക്സ്റ്റൻസീവ് ഗോദാവരി എസ്റ്റുവറി. ഗോദാവരിയുടെ തന്നെ ഭാഗമായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് നമ്മുടെ കോരിംഗ വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് ദി 3rd ലാർജസ്റ്റ് സ്ട്രെച്ച് ഓഫ് ദി മാംഗ്രൂവ് ഫോറസ്റ്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ മാംഗ്രൂവ് ഫോറസ്റ്റുകളിൽ 3ാമത്തെ ഏറ്റവും വലുത് ആഫ്റ്റർ സുന്ദർബൻസ് ആൻഡ് ഭിട്ടാർകണിയ സിസ്റ്റം. ഏറ്റവും വലുത് സുന്ദർബൻസാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. രണ്ടാമത്തേത് ഭിട്ടാർകണിയാണ്. ഏറ്റവും വലുത് സുന്ദർബൻസ്, 2 ഭിട്ടാർകണിക. 3ാമത്തെ ഏറ്റവും വലിയ മാംഗ്രൂവ് ഫോറസ്റ്റ് സ്ട്രെച്ച് ഇൻ ഇന്ത്യയാണ് കോരിംഗ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ കാണാൻ പറ്റുക. എവിടെയാണ്? കോരിംഗ വൈൽഡ് ലൈഫ് സാങ്ച്വറി വിച്ച് ഇസ് പാർട്ട് ഓഫ് ദി ഗോദാവരി റിവർ ബേസിൻ. ഗോദാവരി റിവർ ബേസിൻ്റെ ഭാഗമായിട്ട് കാണുന്നു. The sanctuary covers an area of approximately 235 square kilometer consisting of dense tidal forest, mudflat, backwaters intersected by the Koringa and the Gadur rivers. അവിടെയുള്ള ചെറിയ നദികളാണ് കേട്ടോ അതിനകത്തുള്ള കൊരിംഗ റിവർ എന്നൊക്കെ പറയുന്നത്. അങ്ങനെ ഒട്ടനവധി രീതിയിലുള്ള എക്കോസിസ്റ്റം നമുക്ക് കാണാൻ പറ്റും. ഏകദേശം 235 സ്ക്വയർ കിലോമീറ്റർ ആണ് കൊരിംഗ വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ മാത്രമായിട്ടുള്ള ഒരു ഏരിയ അസോസിയേഷൻ പോലും വരുന്നതെന്ന് പറയാം. ഗോദാവരിയുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന ബേർഡ് സാങ്ച്വറീസിൻ്റെ കണക്ഷൻസ് ആണ് കൊരിംഗ വൈൽഡ് ലൈഫ് സാങ്ച്വറി, ജയക്കുവാടി ബേർഡ് സാങ്ച്വറി, നന്ദൂർ മധ്വേശ്വർ ബേർഡ് സാങ്ച്വറി, മഞ്ചീര ബേർഡ് സാങ്ച്വറി ഒക്കെ കേട്ടോ. മഹാരാഷ്ട്ര ഓരോ സംസ്ഥാനങ്ങളും നോക്കിക്കുക. കൊരിംഗ ആന്ധ്രാപ്രദേശാണ്, ജയക്കുവാടി മഹാരാഷ്ട്രയാണ്, നദൂർ മധ്വേശ്വർ മഹാരാഷ്ട്രയാണ്, മഞ്ചീര തെലങ്കാനയാണ്. നിൽക്കുന്നത് ബേർഡ് സാങ്ച്വറി നിൽക്കുന്ന വാട്ടർ ബോഡി ഏതാണെന്നുള്ളതും അതിൻ്റെ സ്പീഷീസ് അതിൻ്റെ ഡീറ്റെയിൽസും കൂടിയുള്ളതും നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഈ ഡീറ്റെയിൽസിലേക്ക് നിങ്ങൾ പോയില്ലെങ്കിലും കുഴപ്പമില്ല, ഈ ഒരു കണക്ഷനെങ്കിലും നിങ്ങൾ ഓർത്തിരിക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഗോദാവരി എന്ന നദിയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങൾ. ഇതിനപ്പുറത്തൊന്നും നിങ്ങൾ ഗോദാവരിയുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നോക്കാനില്ല, എല്ലാം കവേർഡാണ്. അപ്പോൾ ഈ ഒരു ടേബിൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വന്നസ്ഥിതിക്കെല്ലാം കവേർഡാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് റാംസാർ സൈറ്റായിട്ട് ഭാരത്പൂർ മഹാരാഷ്ട്രയിൽ എന്ന് വിളിക്കുന്നത്, ഭാരത്പൂർ ഓഫ് മഹാരാഷ്ട്ര എന്ന് വിളിക്കുന്നതാണ് ഈ നന്ദൂർ മധ്വേശ്വർ ബേർഡ് സാങ്ച്വറി മഹാരാഷ്ട്രയിൽ കാണുന്നത് കേട്ടോ. അതൊരു ഡെസിഗ്നേറ്റഡ് റാംസാർ സൈറ്റും ഒക്കെയാണ്. അങ്ങനെ പ്രത്യേകതകളും കിടപ്പുണ്ട്. അപ്പോൾ ഇതിനകത്ത് അങ്ങനെയും ചോദിക്കാം, 4 തന്നിട്ട് ഇതിനകത്തൊരു ഡെസിഗ്നേറ്റഡ് റാംസാർ സൈറ്റ് എന്നുള്ള രീതിയിൽ ഐഡൻറ്റിഫൈ ചെയ്ത് ചോദിക്കാൻ വേണ്ടിയിട്ടും ഉള്ള രീതിയിലുള്ള ചോദ്യങ്ങളും വരാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചുകൊള്ളുക. ടേബിൾ ഒന്ന് വായിക്കാൻ നിങ്ങൾ ശ്രദ്ധിച്ചേക്കുക കേട്ടോ. അവസാനം ആ ടേബിളിൻ്റെ ഒരു സിഗ്നിഫിക്കൻസും കൂടി ഒന്ന് വായിച്ചുകൂടി വെച്ചേക്കുവാൻ ശ്രമിക്കുക. അതിനകത്ത് ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള പോർഷൻ ആയതുകൊണ്ടാണ് ഞാൻ ആ റാംസാർ സൈറ്റിൻ്റെ കാര്യം ഉള്ളത്
നന്ദൂർ, മധുമേശ്വറിൻ്റെ കാര്യത്തിൽ ഓൾറെഡി സൂചിപ്പിച്ചത്. അല്ലാത്ത പക്ഷം ബാക്കിയുള്ളതൊക്കെ ജനറലായിട്ട് നമുക്ക് വായിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു ജനറലിസ്റ്റിക് ആയിട്ടുള്ള എന്ന രീതിയിലേ ഉള്ളൂ, അതിനപ്പുറം പറയാനില്ല. യെസ്, അപ്പോൾ നമ്മുടെ ഉപദ്വീപീയ നദിയിലെ ഏറ്റവും വലിയ നദിയായ ഗോദാവരി എന്ന നദിയെ പറ്റിയിട്ടുള്ള വിശദാംശങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ കൊണ്ട് ഉദ്ദേശിച്ചതും ഡിസ്കസ് ചെയ്ത് മാറ്റിവെച്ചതും. ഇത് നമ്മൾ ഈ പറഞ്ഞ നദിയുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന പ്രതീക്ഷയിൽ കൂടുതലും ഫാക്ച്വൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ്. നദീനെ പറ്റി അങ്ങനെ പഠിക്കുന്നതാണ് ഫാക്ച്വൽ ഇൻഫർമേഷനാണ്. ഓരോ നദിയെപ്പറ്റിയും പഠിക്കുമ്പോൾ അതാണ് മനസ്സിലാക്കാനുള്ളത്. എന്നിരുന്നാലും പറഞ്ഞ ഫാക്റ്റുകൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന പ്രതീക്ഷയോടുകൂടി ഇന്നത്തെ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. കൃഷ്ണാനദിയുമായി ബന്ധപ്പെട്ട മറ്റൊരു ക്ലാസ്സിൽ അല്ലെങ്കിൽ അടുത്ത ദിവസത്തെ ക്ലാസ്സിൽ നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക്